So yes, yeah. Hello everyone, welcome to Rahil's Academy. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷനിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാസ് മീഡിയ. ഒരു എവർഗ്രീൻ ടോപ്പിക്കാണ്. ഓക്കെ, എല്ലാ വർഷവും ക്വസ്റ്റ്യൻസിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് മാസ് മീഡിയ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് മാസ് മീഡിയ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ മാസ് മീഡിയയിൽ വരുന്ന ഹോട്ട് മീഡിയ എന്താണ്, അതുപോലെ കോൾഡ് മീഡിയ എന്താണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ് മീഡിയസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ എവല്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഓക്കെ, ഇതുപോലെ പേപ്പർ 1ന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ ടോപ്പിക്സുകളൊക്കെ നിങ്ങൾക്ക് ഡെയിലി ഇതുപോലെ വീഡിയോസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡെയിലി ഫ്രീ ആയിട്ട് ഡെയിലി 5 MCQs, അതായത് PYQസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് MCQs നമ്മൾ ഡെയിലി 5 MCQs നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ജസ്റ്റ് അവിടെ ഗ്രൂപ്പ് ലിങ്ക് അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ anyway, I'm starting the session. Yes, 1 second. Yes. സോ എന്താണ് മാസ് മീഡിയ? ആ പേരിൽ തരുന്നുണ്ട് അല്ലേ, മാസിലേക്ക് പോകുന്ന മീഡിയ. ഓക്കെ, അപ്പൊ ശരി, മനസ്സിലായത്. ഇപ്പൊ ഞാൻ പോട്ടെ. റൈറ്റ്, എന്താണ് മാസ് മീഡിയ? എന്താണ് മാസ് മീഡിയ? റെഫേഴ്സ് ടു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് റീച്ച് എ ലാർജ് ആൻഡ് സ്കാറ്റേർഡ് ഓഡിയൻസ് അറ്റ് ദ സെയിം ടൈം. അല്ലെ, അതായത് ഒരു ലാർജ് ആയിട്ടുള്ള ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ടാവും. അല്ലെ, ഇപ്പോ നമ്മളൊരു ക്ലാസ്സിൽ പോയി ക്ലാസ് എടുക്കുമ്പോൾ എന്താണ്, സ്കാറ്റേർഡ് ഓഡിയൻസ് ആണോ? അല്ല, നമ്മുടെ മുമ്പിൽ തന്നെ ആ ഒരു 30-40 ആളുകൾ മുമ്പിലുണ്ട്. അപ്പൊ അത് സ്കാറ്റേർഡ് ഓഡിയൻസ് അല്ല. പക്ഷേ ഒരു മാസ് മീഡിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വലിയ ലാർജ് ആയിട്ടുള്ള സ്കാറ്റേർഡ് ആയിട്ടുള്ള ഓഡിയൻസിലോട്ട് ഒരേ സമയത്ത് നമ്മളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതാണ് എന്ത്, മാസ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്, ലാർജ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്, അതുപോലെ തന്നെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം സ്കാറ്റേർഡ് ഓഡിയൻസിലേക്ക് വരുന്ന കമ്മ്യൂണിക്കേഷൻ. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല, എഴുതിയെടുക്കുക ഈ പോയിന്റ്സുകളൊക്കെ. ലാർജ് ആൻഡ് സ്കാറ്റേർഡ് ഓഡിയൻസ് അറ്റ് ദി സെയിം ടൈം, ഒരേ സമയത്താണ് നമ്മൾ ഈ പറയുന്ന ലാർജ് ആയിട്ടുള്ള സ്കാറ്റേർഡ് ഓഡിയൻസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു ഇൻഫോർമേഷനോ അല്ലെങ്കിൽ ഐഡിയാസോ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആളുകളിലോട്ട് ഷെയർ ചെയ്യുന്നത്. അതാണ് എന്ത്, മാസ് മീഡിയ. ഓക്കെ, പിന്നെന്താണ്, ഇറ്റ് ഈസ് യൂസ് ടു സ്പ്രെഡ് ഇൻഫോർമേഷൻ, എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ്, അഡ്വർടൈസ്മെന്റ് ടു ദ പബ്ലിക്. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും എന്ത് ചെയ്യുന്നത്, ആളുകളിലോട്ട് എത്തിക്കുന്നത്. എന്തൊക്കെയാണ്, ഒന്ന് ഇൻഫോർമേഷൻ ആണ്, അതുപോലെ എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ്, അതുപോലെ അഡ്വർടൈസ്മെന്റ്. ഓക്കെ, ഈ പ്രധാനപ്പെട്ട ഈ 4 കാര്യങ്ങളാണ് നമ്മൾ മാസ് മീഡിയയിലൂടെ നമ്മൾ ആളുകളിലോട്ട് നമ്മൾ എത്തിക്കുന്നത്. ഇത്രയേ ഉള്ളൂ മാസ് മീഡിയ. ഓക്കെ, ഇതാണ് ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ബോൾഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യാം. നമുക്കെല്ലാം നമ്മൾ ഇതുപോലെ മനസ്സിലാക്കിയിട്ട് പോകും. പക്ഷെ എക്സാമിന് എന്താണ് മാസ് മീഡിയ എന്നല്ല ചോദിക്കുക, അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഓപ്ഷൻ തരും, അല്ലെങ്കിൽ അതിന്റെ ഒരു എസേഷൻ റീസണിങ് തരും. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ പ്രത്യക്ഷത്തിൽ കാര്യങ്ങൾ മനസ്സിലായാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, പോയിന്റ്സുകൾ എഴുതണം. ഇവിടെ നിങ്ങൾക്ക് പോയിന്റ്സുകളെ പറ്റി കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാവണം. കാരണം ക്വസ്റ്റ്യൻസ് ഉള്ളിൽ നിന്നേ ചോദിക്കുള്ളൂ, പുറത്തുള്ള ഒരു പ്രതലത്തിൽ നിന്നും കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സാധ്യതയില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പോയിന്റ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും അവിടെ എഴുതിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മുടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, സിനിമ ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. ഓക്കെ, ഇവിടെ എന്താണ് നമ്മൾ ഈ പറയുന്ന ന്യൂസ് പേപ്പേഴ്സും റേഡിയോ, ടെലിവിഷൻ, സിനിമ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന മാസ് മീഡിയയുടെ ചാനൽ വരുന്നത്. ഈ പറയുന്ന രീതിയിലൊക്കെയാണ്. ഓക്കെ, ന്യൂസ് പേപ്പർ വഴി നമുക്ക് ഈ പറയുന്ന ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ റേഡിയോ വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ടെലിവിഷൻ വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതുപോലെ സിനിമ വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും വഴി നമുക്ക് എന്ത് ചെയ്യാം, ആളുകളിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെന്താണ്, ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് സോഷ്യൽ അവയർനെസ്. അല്ലെ, അതായത് മാസ് മീഡിയക്ക് എന്ത് റോൾ ഉണ്ട്, അതായത് ഒരു പബ്ലിക് ഒപ്പീനിയനും അതുപോലെ തന്നെ സോഷ്യൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള വലിയൊരു പവർ ഉണ്ട്. പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു ഫിലിമാണ് ജനഗണമന. ഇഫ് യു വാച്ച് ദാറ്റ് മൂവി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. റൈറ്റ്, അതായത് ഒരു പബ്ലിക് ഒപ്പീനിയനെ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ ആർക്കുണ്ട്, മാസ് മീഡിയക്ക് ഉണ്ട്. മറ്റുള്ള മീഡിയാസിനും അതിനുള്ള ഒരു പവർ ഇല്ല. പക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരേ സമയത്ത് അവരുടെ മൈൻഡ് പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്, മാസ് മീഡിയക്ക് ഉണ്ട്. അതുകൊണ്ടാണ് പൊളിറ്റീഷ്യൻസ് ഒക്കെ എപ്പോഴും മാസ് മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് സൂക്ഷ്മത പാലിക്കുന്നത്. ഓക്കെ, കാരണം അത് ഒരേ സമയത്ത് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ നേരെ എന്താ പറയാ, റിവേഴ്സ്ഡ് ആയിട്ട് വരും. ഓക്കെ, സോ അതാണ് മാസ് മീഡിയ. ഓക്കെ, ഇനി വരുന്നതാണ് ഹോട്ട് മീഡിയ എന്ന് നോക്കാം. ഓക്കെ, ഹോട്ട് മീഡിയ. ഓക്കെ, സോ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ,
അതായത് ദ കോൺസെപ്റ്റ് ഓഫ് ഹോട്ട് മീഡിയ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാർഷൽ മെക്ലുഹാൻ. എഴുതി വെക്കണേ, മാർഷൽ മെക്ലുഹാൻ. ഹോട്ട് മീഡിയ പ്രൊവൈഡ്സ് ഹൈ ഡെഫിനിഷൻ ഇൻഫോർമേഷൻ ആൻഡ് റിക്വയേഴ്സ് ലെസ് ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, അതായത് നേരെ എക്സാമ്പിളിലോട്ട് പോവാം, അപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി പെട്ടെന്ന് മനസ്സിലാവും. റേഡിയോ ആൻഡ് സിനിമ ആർ ഹോട്ട് മീഡിയ ബിക്കോസ് ദേ പ്രൊവൈഡ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ വിത്ത് ലിറ്റിൽ നീഡ് ഓഫ് ഓഡിയൻസ് ഇൻവോൾവ്മെന്റ്, അല്ലെ? അതായത് ഇവിടെ എന്താണ്, കമ്മ്യൂണിക്കേഷന്റെ സമയത്ത് ഹൈ ഡെഫിനിഷൻ ഇൻഫോർമേഷൻ ആയിരിക്കും. അതായത് ഓഡിയൻസിന് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്, എല്ലാം വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയി കൺസൈസ് ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളിലോട്ട് മാസ്സായിട്ട് എത്തിക്കുന്നുണ്ട്. അതാണ് ഹോട്ട് മീഡിയ. ഓക്കെ, ഹൈ ഡെഫിനിഷൻ ഇൻഫോർമേഷൻ ആൻഡ് റിക്വയർസ് ലെസ് ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ. അതാണ് അതിന്റെ ഫീച്ചർ. നിർബന്ധങ്ങൾ എഴുതിയിരിക്കട്ടോ. ആ പോയിന്റ് ഹൈ ഡെഫിനിഷൻ ഇൻഫോർമേഷൻ ആയിരിക്കും, അതുപോലെ ലെസ് ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ ആയിരിക്കും ഈ ഹോട്ട് മീഡിയയിൽ ഉണ്ടാവുക. റൈറ്റ്? പിന്നെന്താണ്, അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ്, ഇറ്റ് ഗിവ്സ് ഡീറ്റെയിൽഡ് ആൻഡ് ക്ലിയർ മെസ്സേജസ് ബൈ ഫോക്കസിങ് ഓൺ ദി സിംഗിൾ സെൻസ് ലൈക്ക് ഹിയറിംഗ് ഓർ സൈറ്റ്. ഓക്കെ, ഇവിടെ എന്താണ്, നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് ആളുകളിലോട്ട് പോവാണ്. അവിടെ പിന്നെ വേറെ പ്രശ്നങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒന്നുമില്ല. അത് നിങ്ങൾക്ക് ഇനി ഇപ്പോഴും ഹോട്ട് മീഡിയമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൾഡ് മീഡിയ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാവട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഫൈൻ. ദ ഓഡിയൻസ് റിമെയിൻസ് മോസ്റ്റ്ലി പാസീവ് വൈൽ റിസീവിംഗ് ഇൻഫോർമേഷൻ. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഈ പറയുന്ന ഹോട്ട് മീഡിയ. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ടത് ഹൈ ഡെഫിനിഷൻ ഇൻഫോർമേഷൻ ആൻഡ് റിക്വയർസ് ലെസ് ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ ആണ്. ഇനി എന്താണ് കോൾഡ് മീഡിയ? The concept of cold media was introduced by മൂപ്പര് തന്നെയാണ്, മാർഷൽ മെക്ലുഹാൻ തന്നെയാണ്. Cold media provides low definition information and requires high audience participation. Example to television and telephone are called media because viewers or listeners actively engage to understand the message, അല്ലെ? അതായത് ഇവിടെ എന്താണ്, ഇപ്പൊ ഒരു ടെലിഫോൺ വഴി നമ്മൾ ആളുകളിലോട്ട് നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ലിസണേഴ്സ് എന്ത് ചെയ്യണം, ആക്റ്റീവ്ലി അവിടെ എൻഗേജ്ഡ് ആവണം. ഓക്കെ, മറ്റേ റേഡിയോ പോലെ എന്താണ്, റേഡിയോ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്, റൈറ്റ്? അപ്പൊ അവിടെ എന്താണ്, ഓഡിയൻസിന് വലിയ റോളോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇവിടെ എന്താണ്, ഓഡിയൻസ് കൃത്യമായിട്ട് ഇടപെട്ടാൽ മാത്രമാണ് ആ ഒരു ഇൻഫോർമേഷൻ ക്ലിയർ ആയിട്ട് നമ്മളിലോട്ട് എത്തുള്ളൂ. അതാണ് ഈ പറയുന്ന കോൾഡ് മീഡിയ. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് പോയിന്റ്സുകൾ എന്താണ്, ഒന്ന് ലോ ഡെഫിനിഷൻ ഇൻഫോർമേഷൻ ആണ്, അതുപോലെ തന്നെ ഹൈ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ ആണ്. ഓക്കെ, ഒരു ഹൈ ആയിട്ടുള്ള ഒരു ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ ആണ് നമുക്ക് ഈ പറയുന്ന കോൾഡ് മീഡിയയിലോട്ട് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, റൈറ്റ്? അപ്പൊ ഇതാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും എന്നുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ ഇല്ല. കാരണം ബേസിക്സ് ആയിട്ട് രണ്ട് കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ അധികം ചിന്തിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഇൻഡെപ്തോട്ട് കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ബേസിക് ആയിട്ട് എന്താണ്, ഓക്കെ, ഇതാണ് ഹോട്ട് മീഡിയ, ഇതാണ് കോൾഡ് മീഡിയ. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ എല്ലാത്ത ഓപ്ഷൻസ് കട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്തിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ്. സോ റൈറ്റ്, അപ്പൊ ഇതാണ് എന്ത്, കോൾഡ് മീഡിയ, ഹോട്ട് മീഡിയ, മാസ് മീഡിയ. റൈറ്റ്? ഇനി നമുക്ക് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീഡിയാസ്. ഹെഡിങ് കൊടുക്കണേ, സോറി ഞാൻ ഇവിടെ ഹെഡിങ് കൊടുക്കാൻ മറന്നുപോയി. ടൈപ്സ് ഓഫ് മീഡിയാസിൽ വരുന്നതാണ്. അതിലൊന്നും എന്താണ്, പ്രിന്റ് മീഡിയ, അല്ലെ? പ്രിന്റ് മീഡിയ എന്നുള്ള പേര് തന്നിട്ടല്ലേ, പ്രിന്റ് ചെയ്തിട്ട് ആളുകളിലോട്ട് എത്തിക്കുന്ന മീഡിയ ആണ് ഈ പറയുന്ന പ്രിന്റ് മീഡിയ. ഓക്കെ, പ്രിന്റ് മീഡിയ റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ത്രൂ printed materials such as newspaper, magazines, books, journals and pamphlets. Okay, ഈ പറയപ്പെടുന്ന 1 2 3 4 5 ഈ 5 ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ എന്താണ് ആളുകളിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതാണ് ഈ പറയുന്ന പ്രിന്റ് മീഡിയ. ബിക്കോസ് ഇതൊക്കെ എന്താണ്, പ്രിന്റഡ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, പ്രിന്റഡ് മെറ്റീരിയൽസിലൂടെ നമ്മൾ ഒരു വലിയ ലാർജ് പോപ്പുലേഷനിലോട്ട്, നമ്മൾ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിലോട്ട് നമ്മളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ that is what print media എന്ന് പറയുന്നത്. Okay, it is one of the oldest forms of mass communication used to inform and educate people. See, നിങ്ങൾക്ക് ഉണ്ടോ, എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടോ, എന്താ പറയുക, എനിക്കിപ്പോ എന്തൊക്കെ ഇപ്പോൾ ഞാൻ ഡെയിലി ന്യൂസ് പേപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടം, ന്യൂസ് പേപ്പർ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പൊതുവേ ഡിജിറ്റലി കാര്യങ്ങൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടം പ്രിന്റഡ് ആയിട്ടുള്ള, അത് എല്ലാവർക്കും ഉണ്ടോ എന്ന് അറിയില്ല, ബിക്കോസ് മേ ബി ഐ എം എൻ ഓൾഡ് സ്കൂൾ പേഴ്സൺ, ബട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് ഈ ഫോണിൽ അതുപോലത്തെ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ വായിക്കുന്നതിനെക്കാട്ടിയും എനിക്ക് ഭയങ്കര കൺവീനിയൻസ് തോന്നിയിട്ടുള്ളത് ഈ പ്രിന്റഡ് ആയിട്ടുള്ള, നമുക്ക് ആ ഒരു ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പെന്നുകൊണ്ട് എഴുതിയിട്ട് നോട്ട് ഡൗൺ ചെയ്ത് ആ ഒരു ട്രഡീഷണൽ മെത്തേഡിലൂടെ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്ടിവിറ്റി അതിലുണ്ട് എന്നുള്ളതാണ്.
ഓക്കെ, സോ അത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, പക്ഷേ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഓക്കെ, സോ പ്രിന്റ് മീഡിയ എന്ന് പറയുമ്പോൾ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ത്രൂ പ്രിന്റഡ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദി കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് വരുന്നതാണ് എന്ത്? പ്രിന്റ് മീഡിയ എവല്യൂഷൻ. നമുക്ക് ഇതിന്റെ ഒരു എവല്യൂഷൻ ഉണ്ട്. ഇത് എങ്ങനെയാണ് പ്രിന്റ് മീഡിയ പഴയ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇന്ന് പറയുന്ന കാലഘട്ടത്തിലോട്ട് ഇത് എവല്യൂഷൻ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഒരു കഥ പോലെ നമുക്ക് പഠിക്കാം കേട്ടോ. എന്താണ് 1450-ലാണ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഓക്കെ, വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ പ്രിന്റിംഗ് പ്രസ് വിച്ച് വാസ് ഡൺ ബൈ ജോഹാനസ് ഗട്ടൻബർഗ്. ഇൻവെന്റഡ് എന്താണ്? ഒരു പ്രിന്റ് പ്രസ് ഇൻവെന്റ് ചെയ്തു, വിച്ച് ലേറ്റർ ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെന്റ് ഓഫ് പ്രിന്റ് മീഡിയ വേൾഡ് വൈഡ്. ഓക്കെ, ഈ പ്രിന്റ് മീഡിയ ലോകത്തെല്ലായിടത്തും ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത് ഈ ജോഹാനസ് ഗട്ടൻബർഗ് 1450 ഒരു പ്രിന്റിംഗ് പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെയാണ്. ഓക്കെ, അതാണ് ലോകത്തുള്ള എല്ലാ പ്രിന്റിംഗ് പ്രസിന്റെയും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. 1450-ലുള്ള ജോഹന്നസ് ഗട്ടൻബർഗ് എന്ന് പറയുന്ന ആള് എന്ത് തന്നെയാണ് ഇതിന്റെ ഒരു എവല്യൂഷൻ ഒരു തുടക്കം കുറിക്കുകയാണ്. എഴുതി വെക്കണം, വർഷം, പേര്, എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം. എന്താ മൂപ്പര് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ ക്രോണോളജിക്കൽ ഓർഡർ ഒക്കെ വന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഫൈൻ. അങ്ങനെയാണ് 1450-ൽ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, യാ. പിന്നെന്താണ് 1556-ൽ പോർച്ചുഗീസ് ഇൻ ഗോവ. ഓക്കെ, ദ ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് in India was introduced by Portuguese missionaries in Goa. This marked the beginning of printing activity in India. Okay, 1556-ൽ എന്താണ്? പോർച്ചുഗീസ് ഗോവയിലേക്ക് വരികയാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഒരു പ്രിന്റിംഗ് പ്രസ് ഇന്ത്യയിലോട്ട് എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പോർച്ചുഗീസിന് വലിയ റോൾ ഉണ്ട് ഇന്ത്യയിലേക്ക് പ്രിന്റിംഗ് മീഡിയ കൊണ്ടുവരുന്നതിൽ. അപ്പം അതാ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക. 1556-ലാണ് പോർച്ചുഗീസ് ഈ ഒരു കാര്യം ഇന്ത്യയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗോവയിലാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് പ്രിന്റിംഗ് പ്രസ്. പിന്നെന്താണ്? പിന്നെ 1780 ഫസ്റ്റ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ കേട്ടോ. 1780-ൽ ഫസ്റ്റ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ വരികയാണ്. ഹിക്കീസ് ബംഗാൾ ഗസറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ജെയിമസ് ഓഗസ്റ്റൻ ഹിക്കി. ഓക്കെ, എന്താണ് ബംഗാൾ ഗസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ 1780-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ബൈ ജെയിംസ് ഓഗസ്റ്റസ് ഹിക്കി. ഓക്കെ, ഇറ്റ് ബിക്കംസ് ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. അതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ആദ്യത്തെ പബ്ലിഷ് ചെയ്യപ്പെടുന്ന ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് 1952 ഫസ്റ്റ് പ്രസ് കമ്മീഷൻ ഉണ്ടാവുക കേട്ടോ, ഹെഡഡ് ബൈ GD രാജ്യാധ്യക്ഷ. ഓക്കെ, ഇതൊക്കെ എഴുതി വെക്കണേ. ഓക്കെ, വർഷം, എന്താ സംഭവിച്ചത്, മുപ്പരാളുടെ പേര്. ഓക്കെ, ഇറ്റ് വാസ് ഫോം ടു എക്സാമിൻ ദി സ്റ്റേറ്റ് ഓഫ് ദി പ്രസ് ഇന്ത്യ. ഇറ്റ് എയിം ടു എൻഷുർ പ്രസ് ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഫസ്റ്റ് പ്രസ് കമ്മീഷൻ ആരാണ്? GD രാജ്യാധ്യക്ഷ എന്ത് ചെയ്യാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്താണ്? പ്രസ്സിനുള്ള ഫ്രീഡവും അവരുടെ റെസ്പോൺസിബിലിറ്റീസും ആയിരുന്നു ഈ ഫസ്റ്റ് പ്രസ് കമ്മീഷന്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ അബൌട്ട് 1952 ഫസ്റ്റ് പ്രസ് കമ്മീഷൻ. പിന്നെ വരുന്നതാണ് 1966-ൽ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. ഓക്കെ, 1966-ൽ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. ദ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ് ടു മെയിൻറ്റെയിൻ എത്തിക്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇൻ ജേർണലിസം. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നറിയോ? വർഷം, എന്താ സംഭവിച്ചത്, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എത്തിക്സും സ്റ്റാൻഡേർഡ്സും എന്ത് ചെയ്യാണ്? മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് 1966-ൽ എന്ത് ചെയ്യുന്നത്? പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നത് മുന്നോട്ട് വരുന്നത്. ഓക്കെ, ഇറ്റ് സേഫ് ഗാർഡ് ദ ഫ്രീഡം ഓഫ് ദി പ്രസ്. ഓക്കെ, ഇത് സേഫ് ഗാർഡ് ചെയ്യാണ് അല്ലെ, പ്രസിന്റെ ഫ്രീഡം സേഫ് ഗാർഡ് ചെയ്യുന്ന ഒരു വലിയൊരു സംഭവമായിട്ട് ഈ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ മാറുകയാണ്. പിന്നെ 1977-ൽ സെക്കൻഡ് പ്രസ് കമ്മീഷൻ ഉണ്ടാണ്, ഹെഡഡ് ബൈ KK ഗോസ്വാമി. It reviewed the development and challenges of the Indian press. It suggests reforms to strengthen media and independence. Okay, എന്താണ് ഇവിടെ KK ഗോസ്വാമി 1977-ൽ സെക്കൻഡ് പ്രസ് കമ്മീഷൻ ആയിട്ട് മുന്നോട്ടേക്ക് വരികയാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? കറന്റ്ലി ഉള്ള ഇന്ത്യൻ പ്രസിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു പുതിയ റിഫോം കൊണ്ടുവരികയാണ്. റിഫോം എന്ന് പറയുമ്പോൾ ഒന്നും കൂടി അതിനെ ഫോം ചെയ്യുക, റീഫോം ചെയ്യാന്നുള്ള ഒരു മീനിങ് കേട്ടോ. അതിനൊന്നും കൂടി ഒന്ന് പുതുക്കി എടുക്കുക എന്നുള്ള മീനിങ് ആണ്. എന്തിനാ പുതുക്കി എടുക്കുന്നത്? ടു സ്ട്രെങ്തൻ മീഡിയ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഒരു മീഡിയ സ്വാതന്ത്ര്യം സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു കമ്മീഷൻ പുള്ളിക്കാരൻ എന്ത് ചെയ്യാണ്? മുന്നോട്ടേക്ക് കൊണ്ടുവരികയാണ് അല്ലെ. മീഡിയ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യത്തൊക്കെ അത് ഒരു കോമഡി ആയിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. യാ, അപ്പൊ അതാണ് ഈ പറയുന്ന എവല്യൂഷനിൽ വരുന്ന പ്രധാനപ്പെട്ട 6 എവല്യൂഷൻസ്. ഓക്കെ, 1450 പ്രിന്റിംഗ് പ്രസ്, 1556 പോർച്ചുഗീസ് ഇൻ ഗോവ, 1780 ഫസ്റ്റ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ, 1952 ഫസ്റ്റ് പ്രസ് കമ്മീഷൻ, 1966 പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്നതാണ് 1977-ലുള്ള സെക്കൻഡ് പ്രസ് കമ്മീഷൻ. ഓക്കെ, കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ പേര് കാര്യങ്ങളൊക്കെ. യെസ്, നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഇലക്ട്രോണിക് മീഡിയ. ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല, എന്താ പേരിൽ തന്നെ ഉണ്ട് എന്താന്നുള്ളത്. ഓക്കെ,
So electronic media refers to the communication through electronic devices such as radio, television, and digital broadcasting. It delivers audio and visual content. ഇതാണ് പ്രത്യേകത കേട്ടോ. Audio and visual content to a large audience. എന്താണ് ഒരു വലിയ ഓഡിയൻസിലേക്ക് ഇൻസ്റ്റന്റ്ലി ആളുകളിലോട്ട് എത്തിക്കുന്ന ഒരു മീഡിയ ആയിട്ട് പറയുന്ന ഇലക്ട്രോണിക് മീഡിയ മാറുകയാണ്. ഓക്കെ, അത് എന്തൊക്കെയാണ്? റേഡിയോ ഉണ്ട്, അതുപോലെ ടെലിവിഷൻ ഉണ്ട്, ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇവൻ എന്താണ് ഇത് ഓഡിയോ ആൻഡ് വിഷ്വൽ കണ്ടന്റ് ആണ്. പ്രിന്റഡ് മീഡിയയിൽ എന്താണ് ജസ്റ്റ് പ്രിന്റഡ് ഡോക്യുമെന്റ് മാത്രം. പക്ഷെ ഇവിടെ എന്താണ് കേൾക്കാനും കാണാനും പറ്റുന്ന കണ്ടന്റിലൂടെയാണ് ആളുകളോട്ട് എന്ത് ചെയ്യുന്നത്, സംഭവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ പറയുന്ന ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്നത്. ഫൈൻ. ഓക്കെ, ഇനി ഇലക്ട്രോണിക് മീഡിയന്റെ ഇവല്യൂഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം. എല്ലാത്തിനും ഇവല്യൂഷൻ ഉണ്ട് കേട്ടോ. 1851 ടെലിഗ്രാഫ് ഇൻ ഇന്ത്യ. ദ ഫസ്റ്റ് ടെലിഗ്രാഫ് ലൈൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ. It marked as the beginning of the modern electronic communication in the country. 1851 ടെലിഗ്രാഫ് എന്താണ് ബ്രിട്ടീഷ് റൂളിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതായിരുന്നു അന്നത്തെ മോഡേൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ രാജ്യത്തെ മോഡേൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ആ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് 1936 ഓൾ ഇന്ത്യ റേഡിയോ. ഓക്കെ, ഓൾ ഇന്ത്യ റേഡിയോ വാസ് ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ്ഡ്. ഇറ്റ് ബിക്കം എ മേജർ സോഴ്സ് ഓഫ് ന്യൂസ്, എഡ്യൂക്കേഷൻ ആൻഡ് എന്റർടൈൻമെന്റ് അക്രോസ് ഇന്ത്യ. ഓക്കെ, എയർ ഉണ്ടല്ലോ, എയർ, ഓൾ ഇന്ത്യ റേഡിയോ. ഓക്കെ, 1936 എസ്റ്റാബ്ലിഷ് ആണ് കേട്ടോ. അതാണ് നമ്മുടെ ആ സമയത്ത് പ്രധാനപ്പെട്ട ഈ ന്യൂസ്, എഡ്യൂക്കേഷൻസ്, അതുപോലെ തന്നെ എന്റർടൈൻമെന്റ്സ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം പിന്നെ കൊണ്ടുപോയിട്ടുള്ള ഒരു കാര്യമാണ് ഓൾ ഇന്ത്യ റേഡിയോ. പിന്നെ വരുന്നതാണ് 1956 അല്ലെ, ദൂരദർശൻ. എനിക്ക് അതിനൊന്നും നെസ്റ്റാൾജിയില്ല, കാരണം ഞാൻ 2K ആണ്. അപ്പോൾ 90s ആൾക്ക് ചിലപ്പം ദൂരദർശൻ ഭയങ്കര എന്താ പറയാ ഒരു ഭയങ്കര സംഭവമായിരിക്കും അല്ലെ. റൈറ്റ്, ദൂരദർശൻ സ്റ്റാർട്ടഡ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻ ഇന്ത്യ. It introduced the audio visual mass communication and expanded nationwide അല്ലെ. അതായത് ഓഡിയോ വിഷ്വൽ ആയിട്ട് ഒരു മാസ്, ആ ഒരു ലോഗോ ഒക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ കാണുമ്പോൾ അല്ലെ. എന്താണ് ഓഡിയോ വിഷ്വൽ മാസ് കമ്മ്യൂണിക്കേഷൻ നാഷൻ വൈഡിലേക്ക് എക്സ്പാൻഡ് ചെയ്തത് 1959 ദൂരദർശൻ ടെലിവിഷനിലൂടെയാണ്. ഓക്കെ, നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെന്താണ് നെക്സ്റ്റ് വരികയാണെന്ത് ഔട്ട്ഡോർ മീഡിയ. ഓക്കെ, ഔട്ട്ഡോർ മീഡിയ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളെ പിന്നെ ഇത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മീഡിയ ആണ്. ഔട്ട്ഡോർ മീഡിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് റെഫേഴ്സ് ടു ദി അഡ്വർടൈസിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസ്പ്ലേഡ് ഇൻ ദി പബ്ലിക് പ്ലേസസ്. നമ്മൾ ഈ ബിൽ ബോർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പം റോഡിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് വലിയ ബോർഡൊക്കെ ആണ്, അതാണ് ഈ പറയുന്ന ഔട്ട്ഡോർ മീഡിയ. അതെന്താണ് ഇൻഫർമേഷൻ പാസ് ചെയ്യാണ് അല്ലെ, വിഷ്വലി ഇൻഫർമേഷൻ പാസ് ചെയ്യാണ് ലാർജ് ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് അൺസ്കേറ്റഡ് ആണ്. റൈറ്റ്, നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഒരു റോഡിലൂടെ പോകുമ്പോൾ എത്ര പേര് കാണൂല്ലേ. റൈറ്റ്, അപ്പോൾ ഔട്ട്ഡോർ മീഡിയ റെഫേഴ്സ് ടു ദി അഡ്വർടൈസിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസ്പ്ലേഡ് ഇൻ ദി പബ്ലിക് സ്പേസ് ടു റീച്ച് പീപ്പിൾ ഔട്ട്സൈഡ് ദെയർ ഹോംസ്. ഇറ്റ് ഓൾസോ നോൺ ആസ് ഔട്ട് ഓഫ് ഹോം മീഡിയ. ഇത് നമ്മളെ വേറൊരു പേരും കൂടി ഉണ്ട്, എന്താണ് ഔട്ട് ഓഫ് ഹോം മീഡിയ. എഴുതി വെക്കണേ, ഔട്ട് ഓഫ് ഹോം മീഡിയ എന്ന് കൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബിൽ ബോർഡ്സ്, ഹോർഡിംഗ്സ്, പോസ്റ്റേഴ്സ്, ബാനേഴ്സ്, ട്രാൻസിറ്റ് ആഡ്സ് ആൻഡ് ഡിജിറ്റൽ LED സ്ക്രീൻസ്. ഓക്കെ, ഇപ്പോൾ ഡിജിറ്റൽ സ്ക്രീൻസ് ഒക്കെ ഇപ്പോൾ വരാൻ തുടങ്ങി. റൈറ്റ്, ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദി ബ്രാൻഡ് വിസിബിലിറ്റി ആൻഡ് ദി റിപ്പീറ്റഡ് എക്സ്പോഷർ. ഓക്കെ, ഇത് കൂടുതൽ നമ്മൾ ഈ പറയുന്ന മാർക്കറ്റിങ്ങിനൊക്കെയാണ് കൂടുതൽ നമ്മൾ ഈ പറയുന്ന ഔട്ട്ഡോർ മീഡിയ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കൊറോണയുടെ സമയത്തൊക്കെ നമ്മളിത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ബിൽ ബോർഡ്സ് ഒക്കെ ആ സമയത്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. റൈറ്റ്, കൊറോണയുടെ സമയത്തൊക്കെ. അപ്പം ചില ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമ്മൾ ഈ പറഞ്ഞ ആളുകളെ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഇത് ഷോക്കേസ് ചെയ്യും. അല്ലാത്ത സമയത്ത് എന്താണ് ഇത് കൂടുതലും പരസ്യങ്ങൾക്കാണ്, ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഫൈൻ. ഇനി വരുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോറി ഡിജിറ്റൽ മീഡിയ. ഡിജിറ്റൽ മീഡിയ. എന്താ ഡിജിറ്റൽ മീഡിയ? Digital media refers to the communication through internet-based platforms and electronic devices. Okay, it includes websites, social media, blogs, online videos, mobile applications. നമ്മൾ ഇന്ന് എല്ലാവരും കൂടുതലും സമയം ചെലവഴിക്കുന്നതിനാണ് ഈ പറയുന്നത് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ആളുകളിലോട്ട്, ഒരു മാസമായിട്ടുള്ള ആളുകളോട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതാണ് ഈ പറയുന്നത് ഡിജിറ്റൽ മീഡിയ അല്ലെ. ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ അല്ലെ, എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമെന്ന് പറയുമ്പോൾ നല്ല ഇൻഫ്ലുവൻസിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 70% ഓഫ് ഇൻഫ്ലുവൻസേഴ്സും യഥാർത്ഥത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ല. അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ്, നമ്മളെ ഇൻഫ്ലുവൻസേഴ്സിന് രണ്ട് തരത്തിലുണ്ട്. നെഗറ്റീവ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, പോസിറ്റീവ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഓക്കെ, എനിക്കും നമ്മുടെ നാട്ടിൽ കൂടുതലും ഒരു മൊത്തമായിട്ട് ഞാൻ പറയുന്നില്ല, ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം ഒരുപാട് നല്ല നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇപ്പം ടെക്നിക്കലി കാര്യങ്ങളെ പിന്നെ പറയുന്ന, എഡ്യൂക്കേഷണൽ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ വേറെ ഏതാണ് ഈ ഫിനാൻസുമായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, ഈ ഫിനാൻസുമായിട്ട് എങ്ങനെ നമുക്ക് പൈസ സേവ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ബാക്കിയുള്ളതെല്ലാം എന്താണ് ഓരോ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഓക്കെ, അതാണ് ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് കേട്ടോ. It allows interactive and two-way communication where users can create, share and respond to the content instantly. അല്ലേ, ഇതൊരു 2-way communication ആണ്. നമ്മളൊരു പോസ്റ്റ് ചെയ്യുന്നു, കമന്റ് ബോക്സിൽ
നമ്മൾ കമന്റ് ചെയ്യുന്നു, വേറെ അടുത്ത പോസ്റ്റ് ചെയ്യുന്നു, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ്, ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു മാസ് മീഡിയ ചാനലാണ്. അതുപോലെ തന്നെ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ചാനലും കൂടിയാണ് ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത്. ടെലിവിഷനിൽ നമുക്ക് ആ പരിപാടി ഉണ്ടോ? ഇല്ല. ടു വേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലല്ലോ. അവിടുന്ന് ഒരാൾ ഇങ്ങനെ കേൾക്കുകയാണ്, റൈറ്റ്. പക്ഷേ ഡിജിറ്റൽ മീഡിയ എന്താണ്, ആളുകൾക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടി കൊടുക്കുകയാണ്, റൈറ്റ്. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് ഫാസ്റ്റ്, ഗ്ലോബൽ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് കമ്പയർ ടു ട്രഡീഷണൽ മീഡിയ. അല്ലെ, ട്രഡീഷണൽ മീഡിയ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഭയങ്കര ഫാസ്റ്റ് ആണ്, ഗ്ലോബലി ആക്സെപ്റ്റഡ് ആണ്, എല്ലാവരും നമ്മളൊക്കെ എല്ലാവരും അറിയുന്ന പോയിന്റ്സ് ആണ്. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഫൈൻ. ഇനി നമുക്ക് എന്താണ്, ഇനി കുറച്ച് PYQs നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത് കോൺസെപ്റ്റ്, മനസ്സിലായില്ലേ? ഡിജിറ്റൽ മീഡിയ, ഔട്ട്ഡോർ മീഡിയ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. സോ എന്താണ് കോൺസെപ്റ്റ്? ദ കോൺസെപ്റ്റ് ഓഫ് ഹോട്ട് ആൻഡ് കോൾഡ് മീഡിയ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹോട്ട് ആൻഡ് കോൾഡ് മീഡിയ, യെസ്, മാർഷൽ മെക്ലുഹാൻ. ഓക്കെ, പിന്നെന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് മാസ് മീഡിയ? മാസ് മീഡിയയുമായി ബന്ധപ്പെട്ട കറക്റ്റ് പോയിന്റ്സ് എന്താണ്? ഇറ്റ് റീച്ചസ് ലാർജ് ആൻഡ് സ്കാറ്റർഡ് ഓഡിയൻസ്, യെസ്. ഇറ്റ് ഇൻവോൾവ്സ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, നോ. ഇറ്റ് ഇൻക്ലൂഡ്സ് ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, റേഡിയോ, യെസ്. ഇറ്റ് പ്ലേസ് എ റോൾ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ, യെസ്. അപ്പം 1, 3, 4, 1, 3, 4, ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആണ്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ, അയ്യോ ഞാനും മറന്നുപോയി. ഫസ്റ്റ് എന്തായിരുന്നു? ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ് അല്ല ഫസ്റ്റ്? യെസ്, റൈറ്റ്, പ്രിന്റിംഗ് പ്രസ്. ദൂരദർശന് പിന്നെ എയറിന് ശേഷമാണ്. അപ്പോൾ 1-ന് ശേഷം 4 വരുള്ളൂ. ഓക്കെ, 1-ന് ശേഷം 4 വരുള്ളൂ. പിന്നെന്താണ്, ടെലിഗ്രാഫ് ഓൾ ഇന്ത്യ റേഡിയോന് മുന്നേ ഉണ്ടല്ലേ ടെലിഗ്രാഫ്. അപ്പൊ ഇതാണ് എന്ത്, സെക്കൻഡ്. ഓക്കെ, അപ്പം 2, 3, റൈറ്റ്, 2, 3, അതുപോലെ 1, അതുപോലെ ഇവിടെ 4 അല്ലേ. 2, 3, 1, 4 കറക്റ്റ് ഓപ്ഷൻ ആണ്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, പിന്നെന്താണ്, അസേർഷൻ, അതുപോലെ തന്നെ റീസൺ. ഓക്കെ, കോൾഡ് മീഡിയ റിക്വയർസ് ഹൈ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ. കോൾഡ് മീഡിയ റിക്വയർസ് ഹൈ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ, യെസ്, അത് വേണം. കോൾഡ് മീഡിയ പ്രൊവൈഡ്സ് ലോ ഡെഫിനിഷൻ ഇൻഫർമേഷൻ, റൈറ്റ്, രണ്ടും ശരിയാണ് അല്ലേ. ഓക്കെ, കോൾഡ് മീഡിയ റിക്വയർസ് ഹൈ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻസും വേണം, അതുപോലെ തന്നെ ലോ ഡെഫിനിഷൻ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോട്ട് മീഡിയ എന്താണ്, ഹൈ ഡെഫിനിഷൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, അതേസമയത്ത് ലോ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ മതി. അപ്പം ഇവിടെ എന്താണ്, ബോത്ത് A and R are true and R is the correct explanation of A. Okay, understood. One second, cold media provides low definition. ശരിയാണ്. Okay, ഇനി എന്താണ്, one second. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട PYQs വരുന്നത്. യെസ്, 1, 2, 3, 4, റൈറ്റ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട PYQs വരുന്നത്. സോ ഇനി നമ്മുടെ ഈ ഒരു മാസ് മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിന്റെ ഒരുപാട് ഫംഗ്ഷൻസ്, തിയറീസ്, കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സിന് ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ള ആൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഭാഗമാകണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ജോയിൻ ചെയ്തിട്ട് എന്താണ്, നമ്മുടെ ഡെയിലി MCQസും അതുപോലെ തന്നെ വീക്ക്ലി നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ, കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൽ ഇൻവോൾവ് ആകാവുന്നതാണ്. ഓക്കെ, യെസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് സെഷൻ. So we'll see you on the next session. Till then, bye and thanks everyone.